السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാൻ പോകുന്ന സൂറത്തുൽ ബയ്യിന. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا. رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. നമുക്ക് സൂറ തുടങ്ങുമ്പോൾ തന്നെ ഇസ്തിആദ ബസ്മല ഞാൻ മുമ്പിലെ സൂറകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പോൾ ഷോർട്ടായിട്ട് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക, കാരണം സൂറ വലിയ സൂറയായതുകൊണ്ട് നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുക്കാനുണ്ട്. ഒന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അഊദു ഹംസ ലൈറ്റായിട്ട് പറയാം, ഐന് ദാലൊക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. ഐന് തൊണ്ടൻ്റെ അക്ഷരമാണ്, പിന്നെ അതേപോലെ തന്നെ ദാല് നാവിൻ്റെ അറ്റത്തുനിന്ന് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനി, ത്വാ ഉയർത്തി പറയാം, ഷീന് നന്നായി അതിനുള്ളിൽ സ്പ്രെഡാകുന്ന രീതിയിൽ തന്നെ സൗണ്ട് കൃത്യമായി പറയാം, ഇരട്ടിപ്പിച്ചിട്ടും പറയാം. മിനശ് ശൈത്താനിർ റജീം, റാ ഹെവിയാണ്, ഇരട്ടിപ്പിച്ചിട്ട് പറയാം. പിന്നെ അടുത്തത് ബിസ്മില്ലാഹി, ബിസ്മില്ല സീൻ്റെ അടുത്ത് സുക്കൂൻ, ഓരോ സുക്കൂനിന് നമ്മൾ സമയം കൊടുത്തു വേണം പറയാൻ. ബിസ്മില്ലാഹിർ റഹ്മാനി, അവിടെ റാ ഹെവിയാണ്, അതേപോലെ തന്നെ ഇരട്ടിപ്പിച്ച് പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, രണ്ടിടത്തും റാ ഹെവിയാണ്, അതുകൊണ്ടാണ് ഹ കൃത്യമായി തൊണ്ടിയിൽ തന്നെ ഉച്ചരിക്കാം. അടുത്തതിപ്പോൾ നമ്മളെ സൂറയിലേക്ക് നമുക്ക് കടക്കാം. ലം യകുനില്ലദീന കഫറു, തുടക്കത്തിൽ തന്നെ ലം യകുൻ,
മീമ് സുക്കൂന് അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പാടില്ല, മണിച്ച് ഓതാൻ പാടില്ല. ലം യക്കുൻ അങ്ങനെ പറയാൻ പാടില്ല. ലം യക്കുൻ കൃത്യമായിട്ട് ആ മീം സുക്കൂനിൻ്റെ ടൈമിന് അവിടെ മാത്രം കൊടുത്താൽ മതി. എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും കൊടുക്കണ്ട. ലം യകുനില്ലദീന ഒക്കെ ലൈറ്റ് അക്ഷരമാണ്. ലം യകുനി കഫ് ഒക്കെ ലൈറ്റായിട്ട് പറയാം, കഫ് ഹെവി ആയി പോയത്. യകുനില്ലദീന ദാല് നാവിൻ്റെ അറ്റത്തുനിന്ന് പറയാം. ആ ഒരു തരിപ്പിൻ്റെ സൗണ്ട്, ഒരു വൈബ്രേഷൻ സൗണ്ടും കൂടി വരും. ലം യകുനില്ലദീന ആ രീതിയിൽ നാവ് പുറത്ത് വെച്ചിട്ട് തന്നെ പല്ലിൽ നിന്ന് കുറച്ച് വിട്ട് തന്നെ പറയണം. കഫറു മിൻ അഹ്ലിൽ കിതാബി. കഫറു റാ ഹെവിയാണ്, ബാക്കിയൊക്കെ ലൈറ്റാണ്. കഫറു പിന്നെ പറയുമ്പോൾ റാ പറയുമ്പോൾ നല്ല ചുണ്ട് നല്ലോണം റൗണ്ടായിട്ട് വരാം. കാരണം ഇവിടെ വരുന്നത് പിന്നെ അതിന് ശേഷം വാവ് വരുമ്പോൾ നമ്മൾ ദമ്മയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചുണ്ട് നല്ലോണം കൂർപ്പിച്ച് വേണം വരാൻ. കഫറു അപ്പോഴാണ് കൃത്യമായി കഫറോ ആയിപ്പോയത്. അപ്പോഴാണ് കൃത്യമായിട്ടുള്ള ആ സൗണ്ട് വരാം. ഓരോ അക്ഷരത്തിൻ്റെ ഹറക്കകൾക്ക് പിന്നെ ത, തി, ടു കൃത്യമായിട്ട് ഉള്ള ഓരോ സൗണ്ട്സ് ഉണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ വരണമെങ്കിൽ കൃത്യമായി നമ്മളെ ചുണ്ടുകൾ കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ വെക്കണം. മിൻ അഹ്ലിൽ കിതാബി ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. ഹാന് സുക്കൂനുള്ളതുകൊണ്ട് കൃത്യമായി അത് ഉച്ചരിക്കുക. അഹ്ലി ഹ വരുന്നത് തൊണ്ടയിൽ നിന്നാണ്. ഹംസയും ഹായും തൊണ്ടൻ്റെ അക്ഷരം ഒരേ മഖ്റജ് എന്ന ഒരേ ആർട്ടിക്കുലേഷൻ പോയിൻറ്റ്സ് എന്നാണ് വരുന്നത്. അപ്പോൾ അത് കൃത്യമായി ഉച്ചരിക്കുക. അഹ്ലി നല്ല നല്ല പവറുള്ള സൗണ്ട് വരും. വായിൻ്റെ ഉള്ളിൽ നിന്നാവരുത് ഹ ഉച്ചരിക്കുന്നത്. മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. ഇവിടെ ഷീന് സുക്കൂന് വന്നുകൊണ്ട് നന്നായി കൃത്യമായ സൗണ്ട്, നല്ല സൗണ്ട് കേൾക്കുന്നില്ല. വൽ മുഷ് ഉണ്ട് ആ രീതിയിൽ നല്ല സ്പ്രെഡിങ് സൗണ്ടായിട്ട് തന്നെ വരണം. പിന്നെ അറബിയിൽ പറയും തഫഷി എന്നാണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് തഫഷി ക്വാളിറ്റിയാണെന്നുള്ളത്. എന്ന് വെച്ചാൽ വായിൻ്റെ ഉള്ളിൽ നമ്മൾ ആ സൗണ്ട് ഫുള്ള് സ്പ്രെഡാണ്. വൽ മുശ്രിക്കീന റാ ഇവിടെ വരുന്നത് ഹെവിയല്ല, ലൈറ്റാണ്. റാനി പിന്നെ കെസ്റ വന്നുകൊണ്ട് ലൈറ്റായിട്ടാണ് പറയേണ്ടത്. വൽ മുശ്രിക്കീന മുൻഫക്കീന ഇവിടെ വരുന്നത് സുക്കൂന നൂന് ശേഷം ഫ വന്നു. അപ്പോൾ അവിടെ ഇഖ്ഫ മുൻഫക്കീന. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ നമ്മൾ നൂൻ്റെ സുക്കൂനെ ഹൈഡ് ചെയ്തുകൊണ്ട് എന്നാൽ മണിച്ചുകൊണ്ട് പറയാം. മുന്ന് പറയരുത്. മുൻഫക്കീന കാഫിന് ശബ്ദം വന്നുകൊണ്ട് ഇരട്ടിപ്പിച്ച് പറയാം, പക്ഷേ ലൈറ്റ് ആവണം. ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. ഹത്ത ഹത്ത തഅതിയഹും ഇവിടെ ഹ തൊണ്ടൻ്റെ അക്ഷരം. പിന്നെ അതുപോലെ തന്നെ താനി ശബ്ദം വന്നുകൊണ്ട് ഇരട്ടിപ്പിച്ച് പറയാം. ഹത്ത ആയിപ്പോരുത്, ഉയർത്തി പോകരുത്. ഹത്ത നല്ല ലൈറ്റായിട്ട് പറയാം. ഹത്ത തഅതിയഹുമുൽ ബയ്യിന. ഇവിടെ ഹംസ അടിയിൽ വരുന്നുണ്ട്, ഹംസക്ക് സുക്കൂന് വരുന്നത്. കൃത്യമായി നമ്മൾ അതിനെ ഒരു നബ്റിൻ്റെ രീതിയിൽ ത തീയാഹും ചൊട്ട് കൊടുക്കുന്ന രീതിയിൽ ത തീയാഹും അത് കൃത്യമായി കേൾക്കണം. ത തീയാഹുമായിപ്പോഴുത് അപ്പോഴും ഹംസ കേൾക്കാത്ത രീതിയിലായിപ്പോൾ. ത തീയഹുമു ഹായും കൃത്യമായി ഉച്ചരിക്കുക. പിന്നെ ഹാന് വരുന്നത് സുക്കൂനാണ്. ത തീയഹുമു ഉണ്ടാ ഹ പറയുമ്പോൾ ചുണ്ട് നന്നായി റൗണ്ടാ. തഅതിയഹുമു ഹാനും മീമിനും രണ്ട് സുക്കൂൻ വരുന്നത്. തഅതിയഹുമുൽ ബയ്യിന. ബയ്യിന യാന് വരുന്നത് ശബ്ദമാണ്, അതുകൊണ്ട് ഇരട്ടിപ്പിച്ച് തന്നെ പറയണം. നല്ല രീതിയിൽ ഒഴുക്കി ഇരട്ടിപ്പിച്ച് നന്ന അമർത്തി പോരുത്. യാ ബയ്യിന. നിർത്തുന്ന സമയത്ത് ഹ ആണ് അവസാനിക്കുന്നതുകൊണ്ട് ഹ ഉച്ചരിച്ചുകൊണ്ട് തന്നെ നിർത്താം. ബയ്യിന എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്. ബയ്യിന സൗണ്ട് കേൾക്കുന്നില്ലേ? ഹ തൊണ്ടൻ്റെ അക്ഷരമാണ്, കൃത്യമായി തന്നെ അത് ഉച്ചരിച്ച് പറയാം. അടുത്തത് റസൂലും മിനല്ലാഹി. റാ ഹെവിയാണ്, അള്ളാഹ് ഹെവിയാണ്. ലഫ്ദുൽ ജലാൽ അള്ളാഹ് കൃത്യമായി ഹെവിയാക്കി പറയാം. റസൂലും മിൻ ഇടയിൽ തൻവീന് ശേഷം മീം വന്നിട്ടുണ്ട്, അവിടെ നന്നായി മണിക്കാം. ഇവിടെ വരുന്നത് ഇദ്ഗാമാണ്, ഇദ്ഗാം ബിഗുന്ന. റസൂലും മിനല്ലാഹി യത്ലു സുഹുഫ. യത്ലു യത്ലുവിൻ്റെ താന് സുക്കൂന് വരുന്നതുകൊണ്ട്
അവിടെ നല്ല രീതിയിൽ കാറ്റോട് കൂടി തന്നെ താന് സുക്കൂന് ആ സൗണ്ട് വരണം. എച്ച് എച്ച് എന്നുള്ള രീതിയിൽ അതിന് പറയും നമ്മൾ ഹംസ് എന്ന് പറയാം. സിഫാത്തുകളിൽ ക്യാരക്ടറിസ്റ്റിക്കിൽ വരുന്ന ഒരു രീതിയാണ്. യത്ത് ലൂ യത്ലൂ സുഹുഫൻ മുതഹ്ഹറ. സാദും തായും രണ്ടും ഹെവി അക്ഷരങ്ങളാണ്. കൃത്യമായി നല്ല ഉയർത്തിയിട്ട് തന്നെ പറയാം. സാ പറഞ്ഞിട്ട് എത്തിക്കുമ്പോഴേക്ക് അത് സു എന്നുള്ള രീതിയിൽ ചുണ്ട് റൗണ്ടായിട്ട് പോകുന്ന രീതിയിൽ അതിൻ്റെ സാദിൻ്റെ കൂടെ വാവ ആടാവുന്ന ആ സൗണ്ട് വരാൻ പാടില്ല. സാ ഉയർത്തി പറയാം. അതേപോലെ തന്നെ ദമ്മ വരുമ്പോൾ അതേപോലെ സൂ അവിടെയും ഉയർന്നിട്ട് തന്നെ നിൽക്കണം. സുഹുഫ ഹ തൊണ്ടൻ്റെ അക്ഷരമാണ്. അടുത്തത് വരുന്നത് സുഹുഫ മുതഹ്ഹറ. ഇവിടെ നേരത്തെ വന്ന അതേ നിയമമാണ്. തൻവീന് ശേഷം മീം വന്നുകൊണ്ട് ഇദ്ഗാം നന്നായി മണിച്ച് നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പറയാം. സുഹുഫ മുതഹ്ഹറ. രണ്ടിടയ്ക്ക് ഹ വന്നിട്ടുണ്ട്. ഹ ഹെവി ആയി പോയത്. താ മാത്രമേ ഹെവി ആകാൻ പാടുള്ളൂ. ഉണ്ടാ മീം ലൈറ്റാണ്, താ ഹെവി. നിർത്തുമ്പം ഹ ഉച്ചരിച്ചുകൊണ്ട് തന്നെ നിർത്താം. മുതഹ്ഹറ. അടുത്തത് ഫീഹാ കുതുബുൻ ഖയ്യിമ. ഇവിടെ വരുന്നത് കുതുബുൻ ഖയ്യിമ. ബാക്കി ഒക്കെ അക്ഷരങ്ങൾ ലൈറ്റാണ്. ഖാഫ് മാത്രമേ ഹെവി ഉള്ളൂ. തൻവീന് ശേഷം ഖാഫ് വന്നുകൊണ്ട് ഇവിടെ വരുന്നത് ഇഖ്ഫ ആണ്. ഇഖ്ഫ എപ്പോഴും ഇഖ്ഫാൻ്റെ അക്ഷരം ഹെവി ആണെങ്കിൽ നമ്മൾ തൻവീൻ്റെ നൂനിൻ്റെ സൗണ്ട് അപ്പോഴും ഹെവി ആയിട്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. കുതുബുൻ ഉയർന്ന്, അപ്പോൾ നൂനിൻ്റെ സൗണ്ട് ഉയർന്ന്. ബാക്കി അക്ഷരങ്ങൾ ലൈറ്റായിട്ടാണ് വരുന്നെങ്കിൽ അപ്പോഴും ഇഖ്ഫാൻ്റെ സമയത്ത് ലൈറ്റായിരിക്കും നൂനിൻ്റെ സൗണ്ട് ഉണ്ടാകും. ഇവിടെ ഹെവി അക്ഷരം ഖാഫ് വന്നുകൊണ്ട് ആ നൂനിൻ്റെ സൗണ്ട് ഹെവി ആയിട്ടാണ് വരണം. അതുകൊണ്ട് ഹെവി ഇഖ്ഫ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. കുതുബുൻ ഖയ്യിമ. യാ ഇരട്ടിപ്പിച്ച് പറയുക. നിർത്തുമ്പം ഹ ഉച്ചരിച്ചുകൊണ്ട് നിർത്താം. വമാ തഫറഖല്ലദീന. ഖാഫ് ഉയർത്തി പറയുക. റ ഹെവിയാണ്, ഡബിളാക്കി പറയുക. തഫറഖല്ലദീന. ദാൽ നാവിൻ്റെ അറ്റത്തുനിന്ന് പറയാം. ഊതുൽ കിതാബ ഇല്ല. ലൈറ്റ് അക്ഷരങ്ങളാണ്. ഒക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കുക, ലൈറ്റായിട്ട് തന്നെ ഉച്ചരിക്കുക. പിന്നെ വരുന്നത് ഇല്ല. ഇല്ലാൻ്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഇരട്ടിപ്പിച്ചേ പറയണ്ടുള്ളൂ. അതിലധികം ടൈം കൊടുത്ത് പറയും. അത് അതിൻ്റെ ആവശ്യമില്ല. ടു ഹറക്കയാണ് ഇവിടെ കൊടുക്കുന്നത്. ലാമിന് ശ്രദ്ധയാണ് വരുന്നത്. ഇല്ല മിൻ ബഅദി. ഇവിടെ സുക്കൂൻ്റെ നൂനിന് ശേഷം ബാ വരുന്നുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് കുഞ്ഞൊരു മീമ് കാണാം. അത് ഇഖ്ലാബ് എന്ന് പറയും. കാരണം ശരിക്കും വരുന്ന സൗണ്ട് മിൻ ബഅദി എന്നാണ്. മിൻ ബ. പക്ഷേ നമ്മളവിടെ കൊടുക്കുന്നത് നൂനിൻ്റെ സൗണ്ട് മാറിയിട്ട് മീമിൻ്റെ സൗണ്ടിലേക്കാണ് പോകുന്നത്. ബായിലേക്ക് നമ്മൾ അത് മേർജ് ചെയ്യുമ്പോൾ ലയിപ്പിക്കുമ്പോൾ ആ സൗണ്ട് മാറി പിന്നെ എന്താണ് മീമായി മാറും. മിം മിം എന്നുള്ള രീതിയിലാവും. മിൻ ബാദി എന്നുള്ള സൗണ്ട് മാറി മിം ബാദി. അതുകൊണ്ടാണ് അതിന് നമ്മൾ ഇഖ്ലാബ് എന്ന് പറയുന്നത് മറിച്ചിടുന്ന രീതിയിലായി. നൂനിനെ മാറ്റി മറിച്ച് മീമിലേക്ക് മറിച്ചിട്ട്. അതാണ് ഇവിടെ നിയമമുള്ളത്. മിം ബാദി. നന്നായി മണിച്ചോതാം. മിൻ ബഅദി. ഐന് സുക്കൂൻ വരുന്ന നല്ല കൃത്യമായി ഒഴുക്കി പറയാം. ബഅദി ഉണ്ടാവും, നല്ല ഒഴുക്കി പറയാം. ഐന് തൊണ്ടൻ്റെ അക്ഷരം. ഇല്ല മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. ഇവിടെ വരുന്നത് നമുക്ക് പിന്നെ മുത്തസിൽ ഒരേ പദത്തിൽ തന്നെ ഒരേ വേർഡിൽ തന്നെ പിന്നെ മദ്ദിൻ്റെ അക്ഷരവും വന്ന് പിന്നെ അതേപോലെ തന്നെ ഹംസി വന്നു. അതുകൊണ്ട് നമ്മൾ 4 മുതൽ 5 ഹറക്ക വരെ നീട്ടി വേണം ഓതാൻ. മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. ഇവിടെ ഹംസ പിന്നെ കൃത്യമായി ഉച്ചരിക്കണം. അതുകൂടാണ്ട് താന് സുക്കൂൻ വന്ന താൻ്റെ സുക്കൂൻ്റെ സൗണ്ടും കൃത്യമായി ഉച്ചരിക്കാറുണ്ട്. കാറ്റോട് കൂടിയിട്ട് തന്നെ പറയണം. പിന്നെ വരുന്ന ഹാനും മീമിനൊക്കെ ദമ്മയാണ്. അപ്പോൾ ചുണ്ട് നന്നായി റൗണ്ടാക്കുക. ജഅത്ഹുമു ഹുമു ആ രീതിയിൽ പറയാം. ജഅത്ഹുമുൽ ബയ്യിന. യാ ഇരട്ടിപ്പിച്ച് പറയാം. നിർത്തുമ്പം ഹ ഉച്ചരിച്ചുകൊണ്ട് തന്നെ നിർത്താം. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീൻ. ഇവിടെ വരുന്നത് പിന്നെ മദ് മുത്തസല നമുക്ക് നേരത്തെ വന്നത്. ഇവിടെ വരുന്നത് മുൻഫസലാണ്.
മുൻഫസിലാകുമ്പോൾ നമുക്ക് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മറ്റക്ഷരം ഒരു പദത്തിലും പിന്നെ ഹംസ മറ്റേ പദത്തിലും രണ്ടും രണ്ട് വേർഡിലാന്നുള്ളത്, ഒരേ വേർഡിലല്ല ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ നീട്ടുകയും ചെയ്യാം, നീട്ടാതിരിക്കുകയും ചെയ്യാം. നീട്ടുന്നുണ്ടെങ്കിൽ 4 മുതൽ 5 ഹറക്ക വരെ നമ്മൾ നീട്ടിയിട്ട് തന്നെ ഓതണം. നീട്ടുന്നില്ലെങ്കിൽ അതൊരു സാധാ മദ്, പിന്നെ മദ് തബിയായി നോർമൽ മദ് പോലെ 2 ഹറക്ക കൊടുത്തിട്ടാണ് നീട്ടേണ്ടത്. വമാ ഉമിറു ഇല്ല ആ രീതിയിൽ. നമ്മൾ പിന്നെ ചില ആൾക്കാർ തെറ്റിപ്പോകുന്ന പറഞ്ഞാൽ ചില ആൾക്കാർ ചില ഇടയിൽ പിന്നെ ഈ സ്ഥലങ്ങളിൽ ചിലപ്പോൾ നീട്ടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നീട്ടാതിരിക്കും. അതുപോലെ ആയത് ഒരു പിന്നെ ഇതിൽ മുഴുവൻ എങ്ങനെയാണോ നമ്മൾ നിയമം എടുക്കുന്നത് അതേ പടി തന്നെ ആയിരിക്കും നമ്മൾ സൂറ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവുന്നത്. പിന്നെ ഇടയിൽ നീട്ടിയും ഇടയ്ക്ക് നീട്ടാതിരിക്കുകയും ചെയ്യാൻ പാടില്ല. അത് ആ ഒരു നിയമങ്ങൾ ഇവൻ നമ്മളെ ടൈമിങ് പോലും കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഓതണം. സ്പീഡ് കൂട്ടി ഓതി പിന്നെ സ്പീഡ് കുറച്ച് ഓതി ആ രീതിയിലാവാൻ പാടില്ല. എപ്പോഴും ആ കൃത്യത ഉണ്ടാവണം. ആ ഓത്തിൻ്റെ ഒരു പിന്നെ സ്കെയില് വെച്ചിട്ട് തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, ഇവിടെ ഐനിന് സുക്കൂൻ വന്ന് കൃത്യമായി ഉച്ചരിക്കുക. ലാമിൻ്റെ എട്ടിപ്പിച്ച് പറയുക. അള്ളാഹ് ഉയർത്തി പറയുക. മുഖ്ലിസീൻ, ഖ ഉയർത്തി പറയുക. തൊണ്ടൻ്റെ അക്ഷരമാണ് ഖ, ഹെവി അക്ഷരമാണ്. അതുകൊണ്ട് ഖാന് സുക്കൂൻ വരുമ്പോൾ കൃത്യമായി ഉച്ചരിച്ച് തന്നെ പറയാം. പിന്നെ സാദും വന്നിട്ടുണ്ട്. മുഖ്ലിസീൻ, സ ഹെവി. മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമു, ഇവിടെ ഹുനഫാൻ്റെ അടുത്ത് നീട്ടം വന്നിട്ടുണ്ട്. സെയിം നമ്മൾ മുന്നേ വന്ന മദ് പിന്നെ മുത്തസ്സലാണ്, ഒരേ പദത്തിൽ തന്നെ വന്നുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കുക. 4 മുതൽ 5 ഹറക്ക വരെ നീട്ടാം. വയുഖീമുസ്സലാത വയുഅ്തുസ്സകാഹ, ഇവിടെ അല്ല ഖാഫ് വയുഖീമുൻ്റെ ഖാഫ് ഉയർത്തി പറയുക. സാദ് ഉയർത്തി പറയുക. സാദിനാണെങ്കിൽ ശബ്ദ വന്നുകൊണ്ട് കൃത്യമായി നല്ല ഇരട്ടിപ്പിച്ചിട്ടും പറയാം. വയുഖീമുസ്സ ആ രീതിയിൽ. വയുഖീമുസ്സലാത ലാമ് വരും. സ്വാദ് പറഞ്ഞിട്ട് ലാമ് പറയുമ്പോൾ ഹെവി ആയി പോരുത്, കൃത്യമായി ഉച്ചരിക്കുക. ത ലൈറ്റാണ്. പിന്നെ അതുപോലെ വയു ടു ഹംസ ഇടയിൽ വന്നിട്ടുണ്ട്, അത് ഉച്ചരിക്കാൻ വിട്ടുപോരുത്. നേരത്തെ വന്നിട്ടില്ല തീഹിം എന്ന് പറഞ്ഞാൽ അതേ നിയമത്തിൽ തന്നെ ഇവിടെ വരുന്നത്. അത് മുഴപ്പിച്ചിട്ട് തന്നെ കേൾപ്പിക്കണം. വയു ടു ആ രീതിയിൽ ചുട്ടു കൊടുക്കുന്ന രീതിയിൽ. പിന്നെ നിർത്തുന്ന സമയത്ത് വയു ടു ഹാലാണ് നിർത്തേണ്ടത്. സാനി ഷദ്ദുണ്ട്, ഇരട്ടിപ്പിച്ച് പറയാം. സ പറയുമ്പോൾ എപ്പോഴും ആ സൗണ്ട് കേൾക്കണം, സഫീറിൻ്റെ സൗണ്ട് എന്നുള്ള സ. അസ് വയു ടു പിന്നെ നമ്മളഥവാ നിർത്തുന്നില്ല, കൂട്ടി യോജിപ്പിച്ചിട്ട് ഓതുന്നെങ്കിൽ ആ താ നമ്മൾ ഉച്ചരിച്ചുകൊണ്ട് പറയാം. വയു ടു വദാലിക ആ രീതിയിൽ. അപ്പം ഹ മാറിയിട്ട് താ ആയിട്ട് വരും. നിർത്തുന്ന സമയത്ത് ത മർബൂത്ത് എന്തായിട്ട് വരും? ഹ ആയിട്ടാണ് വരാം. അത് കൃത്യമായി ശ്രദ്ധിക്കുക. വദാലിക ദീനുൽ ഖയ്യിമ, ഖാഫ് ഹെവിയാണ്, യാ ഇരട്ടിപ്പിച്ച് പറയാം. ബാക്കിയൊക്കെ അക്ഷരങ്ങൾ ലൈറ്റാണ്. നിർത്തുന്ന സമയത്ത് ഹ ഉച്ചരിച്ചുകൊണ്ട് തന്നെ നിർത്തുക. ദാല് പറയുമ്പോൾ നാവിൻ്റെ അറ്റത്തുനിന്ന് തന്നെ പറയാം. വദാലിക വാവ് പറയുമ്പോൾ ചുണ്ട് നന്നായി റൗണ്ടായിട്ട് തന്നെ പറയാം. ഇന്നല്ലദീന കഫറു, നൂൻ്റെ മുകളിൽ ശബ്ദ വന്നുകൊണ്ട് നല്ല മണച്ച് പറയാം. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ, ഇവിടെ റാ ഹെവിയാണ്, ബാക്കിയൊക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. പിന്നെ വൽ മുശ്രിക്കീൻ്റെ അടുത്ത് വരുന്ന റാ ലൈറ്റാണ്. റാൻ്റെ അടിയിൽ പിന്നെ കസ്ര വന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ലൈറ്റായിട്ട് തന്നെ പറയാം. വൽ മുശ്രികീന ഫീ നാരി ജഹന്നം, ഫീ നാരി റാ ഇവിടെ ലൈറ്റാണ്, ബാക്കിയൊക്കെ ലൈറ്റായിട്ട് തന്നെ പറയണ്ടേ. ജഹന്നമിൻ്റെ അടുത്ത് നൂൻ്റെ മുകളിൽ ശ്രദ്ധ വന്നുകൊണ്ട് നൂന് ഇരട്ടിപ്പിച്ച് തന്നെ നല്ല മണിച്ച് പറയാം. പിന്നെ നൂനിൻ്റെ മുകളിലും മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വരുമ്പോൾ ഇരട്ടിനാൻ കാട്ടി നമ്മൾ ടൈം അധികം കൊടുക്കണം. ജഹന്നമ ഖാലിദീന ഫീഹ, ഖ ഹെവിയാണ്, നന്നായി ഹെവി ആയിട്ട് തന്നെ ഉച്ചരിക്കുക. ഖ സൗണ്ട് ഉണ്ട്, നല്ല ഉയർത്തി പറയാം. ഫീഹ നിർത്തുന്ന സമയത്ത് അവിടെ 2 അക്ഷര ടൈം കൊടുത്തിട്ടാണ് പിന്നെ നിർത്തേണ്ടത്.
അഥവാ കൂട്ടി യോജിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് മദ്ദാണ്. ഖാലിദീന ഫീഹ ഉലൈക, ആ രീതിയിൽ നീട്ടിയിട്ട് മദ് ഉച്ചരിച്ചുകൊണ്ട് പറയാം. അടുത്തത് വരുന്നത് ഉലൈക. ഇവിടെ നമുക്ക് മദ് വന്നിട്ടുണ്ട് 4 മുതൽ 5 ഹറക്ക വരെ നീട്ടിയിട്ട് തന്നെ പിന്നെ ഇതാക്കാം. മദ് മുത്തസിലാണ്, ചെറിയ പദത്വം നിർബന്ധമായിട്ടും നീട്ടണം. ഉലൈക ഹംസ പറയുമ്പം യാലേക്ക് പോയരുത്, കൃത്യമായി ഹംസ തൊണ്ടയിൽ തന്നെ ഉച്ചരിക്കാം. ആയി പോയത് ഹായോ യായോ ആയിപ്പോവരുത്. അധികം ആൾക്കാർക്ക് തെറ്റിപ്പോകുന്ന ഒരു സംഭവമാണ്. ഹംസൻ്റെ ഇടയിൽ വരുമ്പം അറിയാതെ ഹായിലേക്ക് പോയിപ്പോ അല്ലെങ്കിൽ യായിലേക്ക് പോയിപ്പോ. അത് തൊണ്ടയിൽ തന്നെ എടുക്കാം. ഉലൈക ഹും ശർറുൽ ബരിയ. റ ഹെവിയാണ്, ഇരട്ടിപ്പിച്ച് പറയുകയും ചെയ്യണം. റാനുള്ളത് ശ്രദ്ധയാണ്, അതുകൊണ്ട് ഇരട്ടിപ്പിച്ച് പറയാനും മറക്കാൻ പാടില്ല. ഷർറുൽ ബരിയ. ഇവിടെ റ അടുത്ത വരുന്ന ബരിയൻ്റെ റ ലൈറ്റാണ്, അവിടെ പിന്നെ ഉയർത്തി പറയാൻ പാടില്ല. ബരിയ. പിന്നെ ഹ കൊണ്ട് ഉച്ചരിച്ച് നിർത്താം. കൃത്യമായി അത് മുഴപ്പിച്ച് തന്നെ കേൾപ്പിക്കണം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ഉലൈക. ഇവിടെ വരുന്നത് ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. സാലിഹാത്തിൻ്റെ സ്വാദ് മാത്രമേ ഹെവി ഉള്ളൂ, ബാക്കിയൊക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. പിന്നെ അതുകൂടാണ്ട് നൂൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, അത് കൃത്യമായി നന്നായി മണിച്ച് ഉച്ചരിക്കുക. ദാലി പിന്നെ ഹംസ ഐന് ഒക്കെ കൃത്യമായി ഉച്ചരിക്കുക. വഅമിലു ഐന് തൊണ്ടൻ്റെ അക്ഷരമാണ്. പിന്നെ അടുത്തത് ഉലൈക. ഇവിടെ ഉലൈകൻ്റെ അടുത്ത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിയമമാണ്, നന്നായി നീട്ടി തന്നെ ഓതാം. ഉലൈക ഹും ഖൈറുൽ ബരിയ. ഖൈറു ഖ ഹെവിയാണ്, ഖൈറു യാ കൃത്യമായി ഉച്ചരിക്കുക. ഖൈറുൽ ബരിയ. നിർത്തുമ്പോൾ കൃത്യമായിട്ട് സുക്കൂനോടും കൂടി തന്നെ ഹാൻ്റെ മുഴപ്പിച്ച് തന്നെ കളിപ്പിക്കുക. പിന്നെ ഇടയിൽ വരുന്നത് ഹും ഖൈറു. അവിടെ സുക്കൂൻ്റെ മീമിന് ശേഷം ഹ, അവിടെ ഇദ്ഹാറാന്ന് മണിക്കണ്ട, മീമ് മണിക്കാതെ തന്നെ ഉച്ചരിക്കണം. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്ത്. ഇവിടെ വരുന്നത് നേരത്തെ വന്നിട്ടുള്ള അതേ നിയമം തന്നെയാണ്, ഒരേ പദത്തിൽ വന്നുകൊണ്ട് 4 മുതൽ 5 ഹറക്ക വരെ മദ് മുത്തസലാണ്, നീട്ടിയിട്ട് തന്നെ ഓതാ. ജസാഉഹും ഹംസ ഹ അടുപ്പിച്ച് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഓരോന്നും കറക്റ്റായിട്ട് തന്നെ പറയാം. ഉഹും ഉഹും. ജസാഉഹും ഇൻദ ഐൻ ഐ ആ പറയുമ്പോൾ തൊണ്ടയിൽ തന്നെ ഉച്ചരിക്കുക. ഇൻദ റബ്ബിഹിം ജന്നാത്ത്. റ ഹെവിയാണ്, ബാക്കിയൊക്കെ അക്ഷരങ്ങൾ ലൈറ്റാണ്. പിന്നെ അടുത്ത് വരുന്ന ജന്നാത്തിൻ്റെ നൂനിൻ്റെ മുകളിൽ ശ്രദ്ധ കൃത്യമായി മണിക്കുക. ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീൻ. ഇവിടെ അദ്നിൻ തജ്രി, ദാൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, അവിടെ വരുന്നത് ഖൽഖലയാണ്. അത് ആദ് ആദ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായി ഉച്ചരിക്കാം. ആദ്നിൻ തജ്രി, തൻവീന് ശേഷം താ വരുന്നു, ഇവിടെ വരുന്നത് ഇഖ്ഫാണ്. ആദ്നിൻ തജ്രി എന്നാക്കരുത്, ആദ്നിൻ തജ്രി. ആ നൂനിൻ്റെ സൗണ്ട് താലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പറയാം. പിന്നെ അതുകൊണ്ടാണ്ട് ചെറിയ ലൈറ്റായിട്ട് ഹൈഡും ചെയ്യാം. നൂനിൻ്റെ ശബ്ദത്തിന് നമ്മൾ ഹൈഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. തജ്രി മിൻ തഹ്തിഹ, വീണ്ടും അതേ നിയമം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്, ഇഖ്ഫാന്. മിൻ തഹ്തിഹൽ അൻഹാറു, ഹാ ഒക്കെ കൃത്യമായി ഉച്ചരിക്കുക. ഹാന് സുക്കൂന് വരുമൊക്കെ കൃത്യമായി ഉച്ചരിക്കുക. അൻഹാറു നൂന സുക്കൂന് വരുന്ന ഇവിടെ അൻഹാറു, നൂന സുക്കൂന് ശേഷം ഹാ വരുന്ന അവിടെ ഇദ്ഹാറാണ്, അതുകൊണ്ട് നൂന് മണിക്കരുത്. അൻഹാറു. റ ഹെവിയാണ്. അൻഹാറു റ ഉണ്ടാകും, ഹെവിയാക്കി പറയാം, ഉയർത്തി പറയാം. ഖാലിദീന ഫീഹ അബദ. ഇവിടെ വരുന്നത് മദ് മുൻഫസിലാണ്, 2 പദത്തിൽ വന്നുകൊണ്ട് 2 വേർഡ്സിൽ വന്നുകൊണ്ട് നമുക്കത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ അതേ നിയമം ചെയ്യുകയും ചെയ്യാം, മദ് കൊടുക്കുകയും ചെയ്യാം, അതെല്ലാം കൊടുക്കാതിരിക്കുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞ അതേപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിനെ മദ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ മദ് കൊടുത്തുകൊണ്ട് തന്നെ ഓതണം, അതല്ലേ
മദ് കൊടുക്കാതെ തന്നെ ഓതാം. ഫീഹ അബദ, അബദ ഹംസ ഒക്കെ കൃത്യമായി ഉച്ചരിക്കുക. നിർത്തുന്ന സമയത്ത് 2 ഹറക്ക നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ശരിക്കും അവിടെ വരുന്നത് അബദൻ എന്നുള്ളതാണ് വരുന്നത്. അതിന് മദ്ഇവദ്, ആ തൻവീന് നമ്മൾ പിന്നെ നിർത്തുമ്പം ആ തൻവീന് അലിഫിലേക്ക് സുക്കൂനിലേക്ക് നമ്മൾ നീട്ടുന്നുകൊണ്ടാണ് അവിടെ അബദ എന്ന് പറഞ്ഞിട്ട് 2 ഹറക്ക കൊടുത്ത് നിർത്തുന്നത്. റളിയല്ലാഹു അൻഹും വറദു അൻഹു. ضاد ഇവിടെ വരുന്ന ഹെവിയസ്റ്റ് ലെറ്റർ ضاد. ضاد പറയുമ്പോൾ എപ്പോഴും നമ്മുടെ നാവിൻ്റെ പിന്നെ 2 അരുഭാഗം ഹാഫത്തൈ ലിസാൻ പറയും. 2 അരുഭാഗം നമ്മളെ പിന്നെ പല്ലിലേക്ക് മുട്ടുന്ന രീതിയിലായിരിക്കണം പറയേണ്ടത്. പിന്നെ ഒന്നെങ്കിലും ഒരു ഭാഗം മുട്ടും അല്ലെങ്കിൽ 2 സൈഡ്. അപ്പോൾ കൃത്യമായി ഉയർത്തി റളി ലാ അല്ല ദോ ദോ റളിയല്ലാഹു ഉണ്ടാ സൗണ്ട് ഉണ്ടാകും, നല്ല ഹെവിയാണ്. റളിയല്ലാഹു അല്ലാഹ് അതും ഉയർത്തി പറയാം. അൻഹും വറദു അൻഹു, ഐന് പറയുമ്പോൾ കൃത്യമായിട്ട് തൊണ്ടന്നെ ഉച്ചരിക്കുക. ഇവിടെ വരുന്ന അടിയിലൊക്കെ ഇദ്ഹാർ വരുന്ന അൻഹും നൂന് സുകൂന് ശേഷം ഹാവിന് ഇദ്ഹാറാണ് കൃത്യമായി ഉച്ചരിക്കുക. അൻഹു വരുമ്പോൾ വീണ്ടും ഇദ്ഹാർ വന്നിട്ടുണ്ട്. അതൊക്കെ മണിക്കാതെ നൂന് മണിക്കാതെ തന്നെ ഇദ്ഹാർ ചെയ്തുകൊണ്ട് തന്നെ പറയാം. വറദു അൻഹു റ ഹെവിയാണ്, ضادും ഹെവിയാണ്. കൃത്യമായിട്ട് ضاد കൃത്യമായി നല്ല രീതിയിൽ തന്നെ ഉച്ചരിക്കാം. ذلك لمن خشي ربه. ذلك ذال പറയുമ്പോൾ കൃത്യമായി നാവിൻ്റെ അറ്റത്ത് തന്നെ പറയാം. എന്നുള്ള സൗണ്ട്, ആ സൗണ്ട് ഉച്ചരിച്ചുകൊണ്ട് തന്നെ പറയാം. ذلك لمن خشي, ഇവിടെ സുക്കൂന നൂന് ശേഷം ഖ വരുന്നുണ്ട്, ഇദ്ഹാറാണ്, മണിക്കാതെ തന്നെ പറയാം. ഖ ഹെവി ആക്കിയിട്ട് തന്നെ പറയണം. ഖശിയ ഷീൻ തഫഷിൻ്റെ ആ സൗണ്ട് സ്പ്രെഡിങ് സൗണ്ട് വരണം. ഖശിയ റബ്ബഹ് റ ഹെവിയാണ്, ബ ഇരട്ടിപ്പിച്ച് പറയാം. പിന്നെ നിർത്തുമ്പം ഹ ഉച്ചരിച്ചുകൊണ്ട് തന്നെ പറയാം. റബ്ബഹ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.